അനുമോൾക്ക് എനിക്കൊരു ഡെഫിനിഷൻ അതിനകത്ത് ഷീസ് എ ഡ്രാമ ക്യൂൻ. അവരെന്ത് ഡ്രാമ ഇറക്കും, അവരുടെ ആർട്ടിസ്റ്റ് അല്ലേ, അവരെന്ത് മാറ്റി പറയാം, അത് അവരുടെ കളിയാണത്. അവർ പുള്ളിക്ക് ആകെ ഉള്ളത് എന്തുവാണ്, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, പിന്നെ സുപ്രഭാത്, ഇതല്ലാതെ പുള്ളിക്ക് എന്ത് കണ്ടന്റ് അതിനകത്തുള്ളത്. ആദിലയുടെ തണലിലാണ് നൂറ് എന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര പെട്ടെന്ന് പ്രണയം പൊട്ടി കളിക്കുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ അദ്ദേഹം. ഷാനവാസിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം അവിടെ ഒരു ഫേക്ക് ഗെയിം കളിക്കുന്നതാണ്. അദ്ദേഹം നമ്മൾ തന്നെ തൊലി ഉരിഞ്ഞു പോകും. ഇതുപോലുള്ള മീനിങ് ഡബിളോ ഒക്കെ അവിടെ അടിക്കുന്നു. പല നെവിനെ പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഇത്ര സഹതാപതരം ഉണ്ടായില്ല. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ലാലേട്ടനോട് പറഞ്ഞില്ല, കേട്ടില്ല എന്ന് പറഞ്ഞാൽ കേട്ടില്ല, അത്ര തന്നെ. പറഞ്ഞപ്പോ ചിലവർക്ക് അനുവിനോട് ദേഷ്യം, ഒരു എസ് പറയാറുന്നില്ലേ, ചുമ്മാ എങ്കിലും പറയാറുന്നില്ല, അതൊരു സിമ്പിൾ തോന്നും. എന്തും അയാൾക്ക് ലാഭക്കളിയാ. ഒന്നാമത്തെ കാര്യം ബെനിഫിറ്റ് ചെയ്യുന്ന റീസൺ, അവർ ആദ്യമേ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കേട്ടണമായിരുന്നു. എന്നിട്ട് ഒരാളെ ഒരു മിഡ് എവിക്ഷനിൽ ഈ പറയുന്ന ഒരാള് ആദിലയുടെ തണലിലാണ് നൂറ് എന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അത് ആദില കണ്ടിട്ടുമ്പോ നൂറ് മിണ്ടാതിരിക്കും. നൂറ് ഒന്നോ രണ്ടോ എപ്പിസോഡ് മാത്രമാണ് സൗണ്ട് ഉയർത്തിക്കുക അല്ലെങ്കിൽ കാര്യം മാത്രം പ്രസക്തമായിട്ട് അവിടെ സംസാരിച്ചാൽ. അപ്പൊ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് മാത്രമാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ആദില നമ്മള് ഒരു എന്ത് ഷോ ആയിക്കോട്ടെ, ഇപ്പം ഷാനവാസിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം അവിടെ ഒരു ഫേക്ക് ഗെയിം കളിക്കുന്നതാണ്. അദ്ദേഹം ഗെയിമറാണ്, ഗെയിമറെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫേക്ക് ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. പക്ഷെ ആദില കളിക്കുന്ന ഗെയിമിന്റെ പേരെന്താണ്, ഗെയിം എന്നാണ് അല്ലേ പറയാം. അയാളെ മാക്സിമം എന്താണ് പറയേണ്ടത്, പേഴ്സണൽ ഹരാസ്മെന്റ് ആണ് അവിടെ പലപ്പോഴും അവർ ചെയ്യുന്നത്. അതായത് പുറത്തുള്ള കാര്യം, നെവിനെ എത്ര പ്രാവശ്യം അവരെ ഹരാസ് ചെയ്തു. ഇപ്പോ ലക്ഷ്മി കമ്മ്യൂണിറ്റിയെ പറഞ്ഞെന്നും പറഞ്ഞ് എന്തെല്ലാം പ്രകടനങ്ങൾ ഉണ്ടാക്കി. അതിൽ എന്തെല്ലാം പറയുന്നു, കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആൾക്കാരെ എന്തെല്ലാം അതിലെ പറയുന്നു. എന്തുകൊണ്ട് അതിനൊന്നും നടപടി ഉണ്ടാകുന്നില്ല, ജനങ്ങൾ എന്തുകൊണ്ട് അതിനൊന്നും പ്രതികരിക്കുന്നില്ല. ചിലപ്പോൾ ജനങ്ങൾക്ക് പ്രതികരിക്കുന്നതായിരിക്കും, കേൾക്കാത്തതായിരിക്കും, അവിടെ PR വെച്ച് അവര് മറച്ചു വെക്കുന്നതായിരിക്കും. ഇനി എന്തായാലും ഇതൊന്നും അത്ര നല്ല ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ കൺട്രോൾ ചെയ്യണം. ഇതിനൊക്കെയാണ് അവിടെ ശരിക്കുമുള്ള പണിഷ്മെന്റും കാര്യങ്ങളും കൊടുക്കേണ്ടതെന്ന് എനിക്ക് പറയാം ഒരു ഗെയിമിൽ. ഫേവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ബിഗ് ബോസിന്റെ ഫേവറിസത്തെ കുറിച്ച്. കാരണം ബിഗ് ബോസ് അവർക്കാണ് ഈ പ്രാവശ്യം ഞാൻ എഗെയിൻ പറഞ്ഞ് 7ന്റെ പണി കിട്ടിയത്. കാരണം അവർ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ അവരൊരു പക്ഷെ അവരുടെ ആ ഒരു ഒഡീഷനിലെ പെർഫോമൻസ് കണ്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അകത്ത് വന്ന് എന്ത് കാണിക്കാമെന്നുള്ളത് ബിഗ് ബോസ് എന്ന് കാരണം ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ലല്ലോ. അപ്പൊ പിന്നെ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ജനങ്ങളുടെ സപ്പോർട്ടൊന്നും കാണുന്നവരാണെങ്കിലും ഈ ജനങ്ങൾ എന്തിനാണ് വോട്ട് കൊടുക്കുന്നത്, ജനങ്ങൾ വോട്ട് കുറയ്ക്കൂ, അതേ എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറെ നിയമങ്ങൾ ഈ PR-ന്റെ കൺട്രോളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ബിഗ് ബോസിന്റെ നിയമങ്ങൾ അവരുടെ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ആസ് എ പേഴ്സൺ എന്ന നിലയിലും ആസ് എ പേഴ്സണാലിറ്റി എന്ന നിലയിലും വേറൊരാളോട് എനിക്ക് ഇത്രയും ഒരു അരോചകത്വം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിയോട് എനിക്ക് അവര് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട ആളാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതന്നെ രാജാത്തി അവര് ഡബിൾ മീനിങ്, നമ്മൾ തന്നെ തൊലി ഉരിഞ്ഞു പോകും. ഇതുപോലുള്ള മീനിങ് ഡബിളോ ഒക്കെ അവിടെ അടിക്കുന്നു. പലതും ബിഗ് ബോസ് നാണക്കേട് കൊണ്ട് കാണിക്കാത്തതാണെന്ന് എനിക്ക് സീരിയസ്ലി എത്രയെന്ന് പറഞ്ഞ് മ്യൂട്ട് അടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് കമ്മ്യൂണിറ്റിയോട് ഒരുപാട് റെസ്പെക്ട്. ഇന്നും ഞാൻ പറയട്ടെ, നമ്മൾ രഞ്ജുമാരെ അവർക്ക് എത്ര സഭ്യമായിട്ടാണ് സംസാരിക്കുന്ന. പിന്നെ ഹെയ്തി സാദിയ നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയുടെ അഭിമാനമാണ് അവരൊക്കെ. ഇപ്പൊ ഇവർക്ക് മാത്രം എന്താണ് പ്രത്യേകത? വേണമെങ്കിൽ പറയാം. കാരണം അതിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിരുന്നു. എന്തുകൊണ്ട് നെവിനെ പറഞ്ഞപ്പോ ജനങ്ങൾക്ക് ഇത്ര സഹതാപതരം ഉണ്ടായില്ല? ബിഗ് ബോസ് ചോദ്യം, അത് ബിഗ് ബോസ് ഞാൻ പറഞ്ഞില്ല, അവർക്ക് അവരുടെ നിക്ഷിപ്തമായിട്ട് റൂൾസ് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ചോദ്യം ചെയ്തിട്ട് നമ്മളത് കാണിക്കാത്തിട്ടായിരിക്കും, നമുക്കറിയില്ല. എനിവേ എന്തായാലും ഈ ആദില നൂറയുടെ വിഷയത്തിൽ ലക്ഷ്മി പറഞ്ഞതിനോട് അത് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലേ. അവർ ഇന്ത്യ മഹാരാജ്യത്തല്ലേ ജീവിക്കുന്നത്. അവരിപ്പോ അവരെ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചിട്ട് അവർ അക്സെപ്റ്റ് ആണോ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അവര് സ്റ്റേബിൾ ആണ്, അവർക്ക് ഒറ്റ വാക്കേ ഉള്ളതുകൊണ്ട് അവർ തുറന്നു പറഞ്ഞു. അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ലാലേട്ടനോട് പറഞ്ഞില്ല, കേട്ടില്ല എന്ന് പറഞ്ഞാൽ കേട്ടില്ല, അത്ര തന്നെ. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഭയങ്കര ഷോക്ക്. കാരണം അവൻ ടോപ്പ് 3 വരേണ്ട ഒരാളായിരുന്നു. കാരണം നമ്മൾ ഇൻ ഹൗസിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഡേ 1 തൊട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു വ്യക്തിയാണ് ആര്യൻ. ഒരു ഗെയിം മനസ്സിലാക്കിയിട്ട് ഗെയിമിന്റെ എത്തിക്സ് വെച്ച് കളിച്ചൊരു വ്യക്തിയാണ് അവൻ. അപ്പൊ അവൻ പുറത്തായതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ ടോപ്പ് 3 ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചില്ല ആരാണ് വിന്നർ, ഞാൻ ആര്യനെ പറയുമായിരുന്നു. ആര്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം. ഇപ്പോ നെവിനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അവൻ നല്ല ഗെയിമറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അവൻ നല്ല ഗെയിമറാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് അനീഷ് പോയി. അനീഷ് ഇപ്പൊ ആരുടെയൊക്കെ പപ്പറ്റായിട്ട് കളിക്കുന്നു. ആ ഒരു വ്യക്തിത്വം പോയി. പുള്ളിക്ക് ആകെ ഉള്ളത് എന്തുവാണ്, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, പിന്നെ സുപ്രഭാത്, ഇതല്ലാതെ പുള്ളിക്ക് എന്ത് കണ്ടന്റ് അതിനകത്തുള്ളത്? വേറെ എന്തെങ്കിലും കാണും, കാര്യം മാത്രം പ്രസക്തമായി കാണും. അയാൾ എഴുത്തുകാരനല്ലേ, എന്തെല്ലാം കണ്ടന്റുകൾ അയാൾക്ക് ഉണ്ടാക്കാമായിരുന്നു. യെസ്, ആ അവിയലിനകത്തായിട്ട് പുള്ളിയും ചെന്ന് വീണു എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചത്. പിന്നെ അപ്പം ഷാനവാസ് അഗ്ലി ഗെയിം ആണെങ്കിലും ഗെയിം കളിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അക്ബർ കളിക്കുന്നുണ്ട് ഗെയിം. അനുമോളുടെ ഒരു ലവ് ട്രാക്ക് പൊളിച്ചു കൊടുത്തു. അപ്പം അതുകൊണ്ട് ഈ വോട്ട് സ്പ്ലിറ്റായി നൂറയിലേക്കോ അല്ലെങ്കിൽ ഷാനവാസിലേക്കോ പോകാൻ സാധ്യത?
അതുമൊക്കെ നമുക്ക് അറിയത്തില്ല, ജനങ്ങളുടെ കാര്യമല്ലേ, വോട്ട് സ്പ്ലിറ്റ് ആയി. പിന്നെ PR ടീം കിടന്നങ്ങോട്ട് മെഴുകല്ലേ, എന്താ സംഭവിക്കുന്ന ആർക്കറിയാം. അപ്പൊ എന്റെയൊക്കെ ചാനലിൽ താഴെ എന്തോരം ചീത്ത വിളിക്കുന്നത് തന്നെ, ഞാൻ അതിൽ എന്തിനു പറഞ്ഞു, എന്തിന് ഷാനവാസിനെ പറഞ്ഞു, ഇതൊക്കെ എന്റെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ. ഞാൻ അവരുടെ കുടുംബത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ, അവരുടെ ഗെയിമിലല്ലേ പറഞ്ഞു. അതിലെ പിന്നെ പറയുകയാണ് എന്നെ പേഴ്സണൽ അതിനകത്ത് അവരെ ഹരാസ് ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ അസോസിയേഷൻ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ അവർ പുറത്തിറങ്ങി ക്ലിയർ ആയതിനു ശേഷം മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയും. അതുവരെ എനിക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അനുമോൾക്ക് അനീഷിന് ഇഷ്ടം, അനീഷ് അനുമോളെ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ അനുമോള് അതിലൊക്കെ പറഞ്ഞ് ചേട്ടനാന്ന് പറഞ്ഞു. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ ഫ്രണ്ടാന്ന് പറഞ്ഞു. ഇനി വേറൊരാള് ചോദിക്കുമ്പോ അത് മാറ്റി പറയാൻ സാധിക്കും. അനുമോൾക്ക് എനിക്കൊരു ഡെഫിനിഷൻ അതിനകത്ത് ഷീസ് എ ഡ്രാമ ക്വീൻ. അവരെന്ത് ഡ്രാമ ഇറക്കും, അവരുടെ ആർട്ടിസ്റ്റ് അല്ലേ, അവരെന്ത് മാറ്റി പറയാം, അത് അവരുടെ കളിയാണത്. അവരതിനകത്ത് ഗെയിം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർക്ക് ആരോടും പേഴ്സണലിനകത്ത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അനുമോളെന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം അവര് പ്യോർ ഗെയിമാണ് കളിക്കുന്നത്. അവര് ഡ്രാമയാണ് ഗെയിമാക്കി അവരുടെ സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത്. അവർ അതിൽ കണ്ടിന്യൂ ചെയ്യുന്ന അവസാനം അവിടുന്ന് കപ്പ് എടുത്ത് ഇറങ്ങുന്നവർ അങ്ങനെ തന്നെ ചെയ്യും. അവർക്ക് കപ്പ് കിട്ടുവാണെങ്കിൽ, ഇല്ലെങ്കിൽ 100 ദിവസമായിരിക്കും അവരുടെ ടാർഗറ്റ്. പിന്നെ എന്ത് ചന്ത ഗെയിമും കളിച്ച് അങ്ങനെ അതിനകത്ത് നിൽക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെയുള്ളവരെ വിറ്റായി പോകും. ജനങ്ങൾക്ക് അവർക്ക് അങ്ങനെയുള്ള ഔട്ട് കൊടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ദാറ്റ്സ് ഇറ്റ്. വികാരമില്ലാത്തൊരു ജീവിയാണ് അനീഷ് അവിടുത്തത്. എന്ത് വികാരം കാണിച്ചാലും ഒന്നുമില്ലാത്ത കല്ല് പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു വികാരം ഉണ്ടായെങ്കിൽ അത് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രപ്പോസലിന്റെ കാര്യം പറയുന്നത് അത് അങ്ങേരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ജെനുവിൻ ഒന്നുമല്ല, ജെനുവിനായിട്ട് അനീഷ് എനിക്ക് തോന്നുന്നില്ല അത് പറയുമെന്ന്. പിന്നെ ജെനുവിൻ എന്ന് തോന്നിപ്പിച്ചാണ് അയാളുടെ മിടുക്ക്. ഒരു കൂട്ട വിഭാഗത്തിന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നി അത് ജെനുവിൻ ആയിരിക്കുമോ അല്ലയോ? നോ പറഞ്ഞപ്പോ ചിലവർക്ക് അനുവിനോട് ദേഷ്യം, ഒരു എസ് പറയാറുന്നില്ലേ, ചുമ്മാ എങ്കിലും പറയാറുന്നില്ല, എന്നൊരു സിമ്പിൾ തോന്നും. എന്തും അയാൾക്ക് ലാഭക്കളിയാ. ഇപ്പൊ അയാളെ ആ സ്ട്രാറ്റജി ഇറക്കണം, അയാൾക്ക് ലാഭക്കളിയാ, കണ്ടന്റും ഉണ്ട്. അതെ 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 സത്യം. അതെനിക്കറിയാം, അതിനെ കുറിച്ച് എനിക്ക് മറുപടി പറയാനില്ല. അങ്ങനെ തോന്നിയിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെയാണ് എടുക്കേണ്ടത്. കാരണം അത് പക്ഷെ ഫസ്റ്റ് വീക്ക് ലാലേട്ടൻ ചോദിച്ചാണ്, ഷാനവാസ് തുടരാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഇത്രയും ക്രോണിക്കൽ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടെന്ന്. ഷാനവാസിന്റെ ഉറപ്പിന് മേലാണ് തുടർന്ന് പോയത്. പക്ഷെ അങ്ങനെ എടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇപ്പൊ നെവിനാന്ന് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. നെവിൻ ചിലപ്പോ ഉറപ്പായിട്ട് നെവിൻ വിഷമിച്ചിട്ടുണ്ടാവും. ഉണ്ട്, അതുകൊണ്ടാണ് അവര് ചാൻസ് കൊടുത്തത്. അതെ, പക്ഷെ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് അങ്ങനല്ലല്ലോ, മെന്റൽ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പക്ഷെ അയാളത് ഓവർകം ചെയ്തല്ലോ. പക്ഷെ അത് വെച്ച് ആൾക്കാരെ അയാൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. ഈവൻ ഫസ്റ്റ് ആ ഒരു പൂഞ്ഞുള്ളി പുറത്തെ ടാസ്കിൽ പുള്ളിയുടെ ഹാർട്ട് ഡിസീസ് വെച്ചിട്ടാണ് പുള്ളി ആ 3 പെമ്പിളെ ബിൻസി ഉൾപ്പെടെ, ബിൻസി പോകത്തില്ലായിരുന്നു ചിലപ്പോൾ സെക്കൻഡ് വീക്കിൽ. അദ്ദേഹം അകത്ത് കയറിയതുകൊണ്ടാണ് ബിൻസി പുറത്ത് പോയത്. അദ്ദേഹത്തിന് ആ ഡ്രാമയിൽ അവർ വീണുപോയി. അവര് മതി ഇറങ്ങട്ടെ. അത് അനീഷ് ഒരു സ്ട്രാറ്റജി ഇറക്കിയാണ്. അനീഷ് രണ്ടും ലാഭമല്ലേ. അതായത് അവള് റിജക്ട് ചെയ്താലും അക്സെപ്റ്റ് ചെയ്താലും അനീഷ് കണ്ടിട്ടാണ്. സോ അനീഷ് നമ്മളോട് നേരിട്ട് കണ്ട ഒരാളാണ്. അദ്ദേഹം അങ്ങനെ ചുമ്മാ ഒന്നും ഭയങ്കര പെട്ടെന്ന് പ്രണയം പൊട്ടി മുളയ്ക്കുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന്. അങ്ങനെ തോന്നിപ്പോയെന്ന് അങ്ങനെ പറയാലോ, ലാലേട്ടനൊന്നും പറയാലോ. ലാലേട്ടൻ മനസ്സൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. അപ്പം സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കതൊരു തമാശയും ഒരു കളിയാക്കലും ഒക്കെ ആയിട്ട് തോന്നിയത്. പിന്നെ അനുമോൾ അവൾ അതിലും വലിയ പിടിക്കായത് കൊണ്ട് അവൾ അതിവിദഗ്ധമായിട്ട് അത് കറക്റ്റായിട്ട് അത് പിന്നെ എന്താ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അത് നല്ല കാര്യം. എന്നാലും അവർക്ക് അതൊരു കണ്ടന്റ് കിട്ടി, ആഘോഷിക്കേണ്ട കണ്ടന്റ് കിട്ടി. ഈ സീസണിനെ പറ്റി പറയുമ്പോ PR-നെ പറ്റി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. സീരിയസ് ആയിട്ടും 16, 20, 30 ലക്ഷം കൊടുത്തു. അതെ അതെ, വളരെ വളരെ ഖേദകരമായ. അയ്യോ, എനിക്ക് PR ഇല്ല. PR കൊടുക്കാനുള്ള കാശ് ഒന്നാമത്തെ കാര്യം എനിക്കില്ല. പിന്നെ അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും PR കൊടുത്ത് ഞാൻ ഒരു ഗെയിമിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ ഗെയിമിൽ നിന്ന് വാക്കൗട്ട് ആയിപ്പോ. അതായിരുന്നു അവരുടെ ഡിമാൻഡെങ്കിൽ. ഞാൻ ഏഷ്യാനെറ്റിനോട് എവിക്റ്റ് ആയപ്പോഴും പറഞ്ഞത് എനിക്ക് ഒറ്റ കാര്യം പറയാം, അടുത്ത സീസൺ നിങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് സെർച്ച് ചെയ്തിട്ട് യോഗ്യരായ ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യും. കോമണേഴ്സിന് എടുത്താൽ മതി. PR ഇല്ലാതെ കളിക്കുന്നവർ കൊടുക്കട്ടെ, ജനങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുക. പക്ഷെ PR-നെ സപ്പോർട്ട് വേണം, PR വേണം, അതിനൊരു മാനദണ്ഡം വെക്കണം. അല്ലാതെ അവര് എവിക്റ്റ് ചെയ്ത് ഒരു പണിഷ്മെന്റ് പോലെ എവിക്റ്റ് ചെയ്ത് കളയണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇതൊരു ഉട്ടോപ്യൻ ആഗ്രഹമാണ്. പക്ഷെ നടന്നാൽ കൊള്ളാം, നടന്നാൽ ജനങ്ങൾക്ക് നല്ലൊരു ഗെയിമും ഒക്കെ കാണാൻ പറ്റും. കാരണം ഇതിപ്പോ എല്ലാവർക്കും കാണാൻ പറ്റുമോ? കണ്ടസ്റ്റൻസിന്റെ ഭാഷകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്, ഫാമിലിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ബിഗ് ബോസ് എന്ത് ചെയ്യാൻ പറ്റും? മ്യൂട്ട് എത്രയെന്ന് വെച്ചാൽ അപ്പൊ അതിനകത്തൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബിഗ് ബോസിനൊന്നും പറയാനില്ല. അല്ല, അവിടെ കുറെ അധികം ആൾക്കാർക്ക് PR ഉണ്ട്. അനുമോൾക്ക് മാത്രമല്ല, ആരോപിച്ച ആൾക്കാർക്കും ആരോപിക്കപ്പെടാത്ത ആൾക്കാർക്കും ഒക്കെ PR-നകത്തുണ്ട്. ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല. പിന്നെ അനുമോളൊക്കെ സംബന്ധിച്ച് എനിക്ക് PR ഉള്ളതുകൊണ്ട് അനുമോളാണെന്ന് എല്ലാവരും പറയുന്നു. ആരും PR ഇല്ലാത്തവരില്ല, മിക്കവരും PR ആണ്. എന്നെ പോലെ കുറച്ച് സാധാരണ ആദ്യമാദ്യം വിറ്റായി പോയ ആൾക്കാർക്കാണ്. രഞ്ജിത്ത് മുൻഷിക്കൊന്നും PR ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വിൻസിക്ക് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് സരിക PGക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണല്ലോ അവരൊക്കെ ആദ്യമേ പോകുന്നത്.
ഇപ്പോഴത്തെ കണ്ടീഷനിൽ പഴയ സീസണിലൊക്കെ എനിക്കൊന്ന് ജനങ്ങളുടെ ഇഷ്ടം കൊണ്ട് പി ആർ അങ്ങനെ പി ആർ കിട്ടും. ഇപ്പൊ നെവിന് കിട്ടിയിരിക്കുന്ന പി ആർ അത് അവനൊരു അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു, അത് ജനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണ് പി ആർ ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് ഇറക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ മറ്റേ നമ്മുടെ അഭിപ്രായം ആയി പോകത്തില്ല നമ്മളൊക്കെ. ഞാൻ മറ്റേ പത്മശ്രീ മേടിക്കാൻ നടക്കുന്ന പോലെ ആയിപ്പോ കാശ് കൊടുത്ത് ബിഗ് ബോസിന്റെ കപ്പ് മേടിക്കാമെന്ന ലെവലിലേക്ക് ആകത്തില്ല കാര്യങ്ങൾ. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നാം പറയാൻ എനിക്ക് താല്പര്യമില്ല അവരെ കുറിച്ച് സംസാരിക്കാൻ. ആദില നൂറ അതായത് എനിക്ക് കമ്മ്യൂണിറ്റി ഒരുപാട് റെസ്പെക്ട് ഉള്ള ഒരാളാണ്. ഞാൻ കമ്മ്യൂണിറ്റി സ്നേഹിക്കും, അവരോടൊപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്. അതിലവർ അങ്ങനെ റെസ്പെക്ട് ചെയ്ത ഒരാളാണ്. ആസ് എ പേഴ്സൺ നില എനിക്ക് ആദ്യം യാതൊരു തരത്തിലും താല്പര്യമില്ല. നമുക്ക് ഒരിക്കലും എന്റർടൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കൊള്ളാത്തൊരു തരത്തിൽ വ്യക്തിത്വത്തിന് ഉടമയാണ് അവര്. ഇനി അവർ പുറത്തിറങ്ങി അങ്ങനെ അല്ലെന്നൊരു പ്രൂവ് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. ഈ ആദില നൂറ വിഷയത്തില് ഒരു ലക്ഷ്മി ഓൺലൈൻ ചാനലിൽ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അറിഞ്ഞാലും സംഭവം ഇല്ല, അറിഞ്ഞില്ല. അപ്പൊ നിങ്ങളോട് താല്പര്യം തോന്നിയാൽ പോലും അങ്ങനെ ഒരാൾ കഴിഞ്ഞ് പറയണേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു. അത് ലക്ഷ്മിയുടെ മാത്രം ഒരു താല്പര്യം പറഞ്ഞല്ലേ, അത് അവർക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ അതിന് എതിർക്കുന്ന ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഞാൻ കമ്മ്യൂണിറ്റി എന്റെ വീട്ടിൽ കയറ്റും, അല്ലെങ്കിൽ ഈ LGBTQ ആൾക്കാർ എന്റെ വീട്ടിൽ ഞാൻ കയറ്റുന്ന എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അത് കയറ്റാൻ താല്പര്യമില്ലാത്ത ഒരു പറ്റം ജനങ്ങളോടുണ്ട്. നമ്മൾ അവരുടെ ഫീലിങ്സിനെ മാനിക്കണം. അല്ലാതെ അവര് നിങ്ങൾ പുരോഗമന ചിന്താഗതി ഇല്ലാത്തവരാണ് അങ്ങനെ കയറ്റണം എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അവര് മനുഷ്യരാണ്, അവർക്ക് അത് എക്സ്പീരിയൻസ് പാടുണ്ടാവും. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യട്ടെ, ഡെഫിനറ്റ്ലി റെസ്പെക്ട് ചെയ്യണം.